എനിക്ക് ആദ്യം ഹോട്ടൽ ഇൻഡസ്ട്രി ഇഷ്ടമേ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ അവിടുത്തെ ആൾക്കാർ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ടേബിൾ തുടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയായി ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതെന്ന് പോലും അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ജോബിന് ഇതാണ് എന്നുള്ളത് പറഞ്ഞു. അമ്മ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് അവിടെ പഠിക്കുക, പോയി വരാൻ പാടായതുകൊണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് ഹോട്ടലുകാർ അഫോർഡ് ചെയ്യും, ഫുഡ് അവർ ചെയ്യുന്നുണ്ട്, പിന്നെ 4500 കിട്ടും. പിന്നെ എൻ്റെ കുറേയൊക്കെയുള്ള എക്സ്പെൻസൊക്കെ കുറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ടിപ്പൊക്കെ കിട്ടുന്നതോടുകൂടി എൻ്റെ അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ നന്നായിട്ട് മാറി. അത്യാവശ്യമൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും മോഡേൺ ആകാൻ തുടങ്ങുന്നത് അവിടെ തൊട്ടാണ്. ആ സമയത്ത് തന്നെ ഏവിയേഷൻ ഇൻ്റർവ്യൂസിനൊക്കെ പോകും. രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം നെറ്റി നോക്കുന്നത് ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ എടുത്തത് എവിടെയാണ്, ജെറ്റ് എയർവേസിൻ്റെ എവിടെയാണ്, സ്പൈസ് ജെറ്റിൻ്റെ എവിടെയാണ്, ഇങ്ങനെ നോക്കിയിട്ടാണ് ആ ദിവസം തുടങ്ങുന്നത്. എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു ഹോട്ടൽ ഇൻഡസ്ട്രി. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല, ഒട്ടും പാഷനേറ്റ് ആയിരുന്നില്ല. ചുമ്മാ ഒരു നേരം പോക്കിന് ഒരു ജോബ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. 3-4 വർഷത്തോളം അങ്ങനെ തന്നെ നിന്നു. 5 years. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഏണിങ്സ് ഒക്കെ ഉണ്ടായി, സാലറിയിൽ ഹൈക്ക് ഉണ്ടായി, ടിപ്സൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീടൊക്കെ വെച്ചു. ഞങ്ങളുടെ പഴയ വീടൊക്കെ മാറ്റി. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം അവിടെ നാട്ടിൽ. ചിലപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ നന്നായി പോയാലും സ്വന്തം നാട്ടിൽ തല ഉയർത്തി നിൽക്കണം,